എസ്തർ ഈ ഗാൽബ്രേത്തിൻ്റെ വളരെ വ്യത്യസ്തമായ ഒരു കഥയാണ്, ഒരു വൺ ആക്ട് പ്ലേ ആണ് ദ ബ്രിങ്ക് ഓഫ് സൈലൻസ്. LLB 5 ഇയർ കോഴ്സ് പഠിക്കുന്ന കുട്ടികൾക്കും മറ്റ് പല ഡിഗ്രി കോഴ്സുകൾ പഠിക്കുന്നവർക്കും ഈ വൺ ആക്ട് പ്ലേ പഠിക്കുവാനുണ്ട്. ഈ കഥ അറിയുവാൻ ആഗ്രഹിക്കുന്ന പല ആളുകൾക്കും കൂടി വേണ്ടിയുള്ള ഒരു റിസോഴ്സാണ്, ഒരു പഠന സഹായിയും റിസോഴ്സുമാണ് ഈ വീഡിയോ. 18-ാം നൂറ്റാണ്ടിൽ അന്റാർട്ടിക്ക, ആരും താമസമില്ലാത്ത അന്റാർട്ടിക്ക എക്സ്പ്ലോർ ചെയ്യാനും അവിടേക്ക് പലതരം എക്സ്പെഡിഷൻസിൽ വേണ്ടി എത്താനുമൊക്കെ ആളുകൾ വളരെയധികം തൽപരരായിരുന്നു. ആ സമയത്ത് ഡേഞ്ചറസ് ആയിട്ടുള്ള, വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള പല എക്സ്പെഡിഷൻസും അന്ന് നടക്കുകയുണ്ടായി. 21-ാം നൂറ്റാണ്ടിലും ഇത്തരം എക്സ്പെഡിഷൻസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അന്റാർട്ടിക്കയിലെ സയൻറ്റിസ്റ്റുമാരും എക്സ്പ്ലോറേഴ്സും മാക്സിമം ഏതാനും വർഷങ്ങൾ മാത്രം അവിടെ തങ്ങിക്കൊണ്ട് പലതരത്തിലുള്ള എക്സ്പെരിമെൻറ്റ്സും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥലം തന്നെയാണ്. പലപ്പോഴും അവിടെ താമസിക്കാനായിട്ട് ഒരു സയൻറ്റിഫിക് ഫെസിലിറ്റിയോ വെയിലിംഗ് സ്റ്റേഷനോ, ഈ വെയിൽസിനെ പിടിച്ച് അവരിൽ നിന്നും പലതരത്തിലുള്ള പ്രോഡക്ട്സ് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു സംവിധാനം, അതൊക്കെയാണ് അവിടെ തങ്ങാനായിട്ടൊക്കെ ഉണ്ടാവുക. Esther E. Galbraith's one-act play is based on the theme of an expedition to the Antarctica. She has woven a poignant story of a failed explorer into the drama form. Gilbert Darton from England led an expedition with his men to Antarctica. This was a doomed expedition. He lost all his men to the terrible conditions of the continent. His small broken boat was washed ashore into Parker's Island, where a whaler named Lotter found him. He could leave Antarctica only when a whaler touched Parker Island after 6 months of his miraculous escape from the jaws of death. പരാജയപ്പെട്ട ധീരന്മാരുടെ കഥകൾ പലപ്പോഴും ആളുകൾക്ക് വളരെ താല്പര്യം തോന്നുന്നതാണ്. അങ്ങനെ ഒത്തിരി വ്യത്യസ്തരായ ധീരന്മാരായ മനുഷ്യരെ നമുക്ക് ചരിത്രത്തിൽ, കഥകളിലൊക്കെ കാണാൻ കഴിയും. ഈ പറഞ്ഞതുപോലെ ഡാർട്ടൺ എക്സ്പെഡിഷൻ ഫെയിൽ ചെയ്യുകയും ഡാർട്ടൺ ഇഞ്ചേർഡായി അവിടെ കുറേ നാൾ താമസിച്ച് പിന്നെ അദ്ദേഹം ഒരു അവസരം കിട്ടിയപ്പോൾ ബ്യൂണസ് അയേഴ്സ് എന്ന് പറയുന്ന അന്റാർട്ടിക്കയിലെ ബ്യൂണസ് അയേഴ്സ് എന്ന് പറയുന്ന അർജൻറ്റീനയിലെ സിറ്റിയിൽ എത്തിപ്പെടുകയും ചെയ്തു. ഈ ഡാർട്ടന് അവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, അന്റാർട്ടിക്കയിൽ ഷിപ്‌വ്രെക്ക്ഡായിട്ട് എത്തിയപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഡാർട്ടൺ വാസ് ഫൗണ്ട് ബൈ വൺ ഓഫ് ദ വെയിലേഴ്സ് ഓഫ് ദ ഐലൻഡ്, ലോട്ടർ. Lotter was kind enough to take care of Darton till a whaling ship arrived in their island 6 months later. Lotter had no clue whom he had befriended. Darton went out with the whaler who had come to Parker Island to Buenos Aires. In Buenos Aires, he was admitted to a hospital. It took him months to get recovered, and when he recovered, he received 2 terrible news. First, he learned that the Darton mission had been given up and Mr. Darton, was considered as dead. Second, he learned that his wife, Lady Darton, was going to be married to a person called Carruthers in a few weeks' time. This really shattered him. Darton changed his name to Ernest Cole and returned to Parker Island in Antarctica instead of going to England. He changed his very identity by taking up Lotter's place at the whaling station in Parker Island. He had been living this forged identity for 8 years when the play begins. ഇത് എല്ലാം ബാക്ക് സ്റ്റോറി നമുക്ക് ഈ ഡാർട്ടൻ അവിടെ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ കഥ തുടങ്ങുകയും ഇതെല്ലാം നമുക്ക് ബാക്ക് സ്റ്റോറി ആയിട്ട്, ഫ്ലാഷ് ബാക്ക് ആയിട്ട് നമ്മുടെ മുന്നിൽ വരികയുമാണ് ചെയ്യുന്നത്. ഈ ഏണസ്റ്റ് കോൾ എന്നുള്ള പേരിൽ ഡാർട്ടൻ അങ്ങനെ അന്റാർട്ടിക്കയിൽ ജീവിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ
മെക്രീഡി എന്ന് പറഞ്ഞൊരു വ്യക്തി കൂടി ഈ വെയിലിംഗ് സ്റ്റേഷനിലുണ്ട്. മെക്രീഡി ഈസ് എ ഫെലോ വെയിലർ ആൻഡ് ഹാസ് ബീൻ ഇൻ അന്റാർട്ടിക്ക ഫോർ ദ പാസ്റ്റ് 2 years. ഹീ ഈസ് മിസറബിൾ. അന്റാർട്ടിക്കയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു സോഷ്യൽ ലൈഫും ഇല്ല. ആ ഒരു അവസ്ഥയിൽ അയാളിങ്ങനെ അയാളുടെ നാടിനെയും വീട്ടുകാരെയും ഒക്കെ മിസ് ചെയ്യുകയാണ്. ദ ഡെഡ്ലി സൈലൻസ് ഹാസ് ഡ്രിവൻ ഹിം ടു ഹിസ് വിറ്റ്സ് എൻഡ് ആൻഡ് ഹീ ഈസ് ഡെസ്പെറേറ്റ് ടു ഗോ ഹോം. ഹി ഡീപ്ലി മിസ്സസ് ഹിസ് നെവ്യൂസ് ഇൻ മാഞ്ചസ്റ്റർ. മാഞ്ചസ്റ്റർ എന്ന് പറയുന്ന UK ഒരു വലിയ സിറ്റിയാണ്. മെക്രീഡി ഡസ് നോട്ട് വാണ്ട് ടു ലീവ് കോൾ അലോൺ. So Macready urges and argues with Cole to return home with him. This is when Cole breaks his silence about his past. He narrates to Macready about his failed expedition, his escape from death, and his long recovery at the hospital. He tells him about the reason behind the change in his identity. Macready asks him about his family, and finally Cole tells his friend how much he really misses his son. He tells him about the unfulfilled plans he had for his dear son. Macready reacts emotionally and tells him that his decision was wrong. നിങ്ങൾ ഇങ്ങനെ ചെയ്യരുതായിരുന്നു, എന്തൊക്കെ കാരണം പറഞ്ഞാലും ഇവിടെ ഇങ്ങനെ നിങ്ങൾ ആരും അറിയാതെ കഴിയരുതായിരുന്നു എന്ന് മെക്രീഡി പറയുന്നു. ക്ലോ ഈസ് abstinent about his decision to stay back in the frozen wilderness. അതിനെക്കുറിച്ചൊന്നും പുള്ളി പറയുന്നില്ല. He makes an observation about the summer in Antarctica. ഇതുപോലെ ഒരു സമ്മർ സമയമായിരുന്നെങ്കിൽ എൻ്റെ എക്സ്പെഡിഷൻ വിജയകരമാകുമായിരുന്നു എന്ന് അദ്ദേഹം ഇങ്ങനെ പറയുന്നു. ആ സമയത്ത് ചില ആളുകളുടെ ശബ്ദം പുറത്ത് കേൾക്കുന്ന അതവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. 2 young men are outside their log house. One of them is fine looking and the other is badly hurt and looks ragged. Johnson has a bad cut in his forehead and has his arm over Darton, who is literally carrying him. The men enter their house and Cole takes care of the wounds of Johnson while Macready gives them a cup of steaming broth to eat. ചൂടുള്ള ഭക്ഷണം കൊടുക്കുന്നു. The young Mr. Darton and Johnson had come on an expedition in the Pathfinder ship and were successful to cross Antarctica. This was the 4th attempt. The first was made by his father, Mr. Darton, of the famous Darton expedition, and the next 2 attempts by other people which failed. He considers himself lucky enough to succeed. This is indeed the son of Mr. Cole, that is Gilbert Darton. The father is overjoyed to hear the success of his son, but suppresses it. He hides it behind a few encouraging words. താൻ ആരാണെന്നും ഈ വന്നിരിക്കുന്നത് തൻ്റെ മകനാണെന്ന് താൻ തിരിച്ചറിഞ്ഞു എന്നും ഡാർട്ടൺ അല്ലെങ്കിൽ കോൾ പുറത്ത് പറയുന്നില്ല. Outside, Darton's team members have sighted their ship Pathfinder. The men in the house could hear their loud cheering. Young Darton prepares to go out and meet his men, leaving behind Johnson in the care of Cole and Macready. Young Darton is glad to be of help to the older men. Upon Mr. Cole's request, young Darton agreed to take Macready with him in the ship. The play ends with Cole continuing with his game of cards, reminiscing about the encounter with his son, and Macready unable to comprehend his companion's sacrifice and large-heartedness. അവിടെ സംഭവിക്കുന്നത്, ഇത്രയും സന്തോഷമുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടും ഡാർട്ടൺ അന്റാർട്ടിക്കയിൽ തന്നെ തുടരാൻ തീരുമാനിക്കുന്നു. 2 പേർക്ക് ഈ ഫെസിലിറ്റി ഉപേക്ഷിച്ച് പോകാൻ സാധിക്കില്ല. അതുമാത്രമല്ല, ഇപ്പോൾ അയാളുടെ സുഹൃത്ത് ഇവിടെ നിന്നും പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന ഡാർട്ടൺ അയാൾക്ക് പോകാനുള്ള സംവിധാനം ഒരുക്കി കൊടുത്തിട്ട് അദ്ദേഹം സന്തോഷത്തോടെ തന്നെ അന്റാർട്ടിക്കയിൽ തുടരുന്നു. തന്നെക്കുറിച്ചിട്ടുള്ള സത്യം തുറന്ന് മകനോട് പറയുന്നുമില്ല. ദ ബ്രിങ്ക് ഓഫ് സൈലൻസ്, ആ സൈലൻസിൻ്റെ, ആ നിശബ്ദതയുടെ ആഴം, ആ പരാജയപ്പെട്ട ധീരൻ്റെ മനസ്സ്, അതാണ് കഥ. കഥയുടെ ടൈറ്റിൽ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഈ ദ ബ്രിങ്ക് ഓഫ് സൈലൻസ്, സൈലൻസിൻ്റെ അറ്റം, സൈലൻസിൻ്റെ ഒരു പ്രത്യേക അവസ്ഥ. വളരെ നാളുകൾ സൈലൻസിൽ ജീവിച്ചിട്ട്, നിശബ്ദതയിൽ ജീവിച്ചിട്ടാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കഥ അദ്ദേഹം സുഹൃത്തിനോട് പറയുന്നത്.
അതിനുശേഷം മകൻ വന്നിട്ട് മകനോട് സ്നേഹവും ഒക്കെ നേരത്തെ തന്നെ പറഞ്ഞ കാര്യം, സംസാരിച്ചിട്ടുള്ള കാര്യം, നമ്മളുടെ മുന്നിൽ തുറന്നു വെച്ച കാര്യമായിട്ട് പോലും അദ്ദേഹം ആ സ്നേഹം അത് മനസ്സിൽ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തൻ്റെ ആ സെൽഫ് എക്സൈൽ, സ്വയം അവിടെ അടഞ്ഞുകൂടി ജീവിക്കുന്ന, അന്റാർട്ടിക്കയിൽ തന്നെ ആ നിശബ്ദതയിൽ ജീവിക്കുന്ന ആ ജീവിതം തുടരുകയും മറ്റൊരാൾക്ക് മടങ്ങിപ്പോകാനുള്ള അവസരം കൊടുക്കുകയും ചെയ്യുന്ന ദ ബ്രിങ്ക് ഓഫ് സൈലൻസ്.